12 രാശികളിലായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഉത്രാടം ഒടുവിലത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം ആദ്യത്തെ 30 നാഴിക അടങ്ങുന്ന മകരരാശിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രവചിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ നമുക്ക് തുടങ്ങാം. വിദ്യാർത്ഥികൾ തൊട്ട് എങ്ങനെയാണ് ഈ ഒരു വർഷം അവർക്ക് ഉണ്ടാവുക? നല്ല മാർക്കും കാര്യങ്ങളും ഉത്സാഹവും ബുദ്ധിശക്തിയും ധാരണാശക്തിയും ഒക്കെ ഉള്ള സമയമാണ്. പുതിയ അധ്യയന വർഷം അങ്ങനെ മികച്ചു നിൽക്കും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം വ്യാജഗ്രഹം മറയുകയാണ്. തടസ്സങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും രോഗങ്ങളിലേക്കും മത്സരങ്ങളിലേക്കും അനാവശ്യ വിവാദങ്ങളിലേക്കും ഒക്കെ തിരിയുന്നൊരു വ്യാജഗ്രഹം പ്രവേശിക്കുന്നത് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കണം. അതായത് മാർക്ക് കൂടുതൽ വാങ്ങുവാനും ഉള്ളവ നിലനിർത്തുവാനും പഠനം ഉത്സാഹം കൂടണം, ഏകാഗ്രത കൂടണം, ആരോഗ്യം ശ്രദ്ധിക്കണം, യാത്രകൾ ശ്രദ്ധിക്കണം, പഠനോത്സാഹം നിർബന്ധമായിട്ടും വേണം. എങ്കിലേ കഴിഞ്ഞ വർഷത്തെ പോലെ ഉള്ള പുതിയ രീതിയിലേക്ക് മാർക്കുകളും പഠന വിജയവും ഉണ്ടാവത്തുള്ളൂ. നമ്മളെക്കാൾ ഉയർന്ന മാർക്കോട് കൂടി ചില മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ കടന്നു വരികയാണ്. അവർക്ക് സ്വാഗതം ചെയ്തേ മതിയാവുള്ളൂ. അതോടൊപ്പം നമ്മുടെ മാർക്കുകൾ കുറയാതിരിക്കാൻ വേണ്ട പഠിത്തം നമ്മൾ നല്ലോണം ചെയ്യണം. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉദ്യോഗലബ്ധി കിട്ടുമെങ്കിലും ശമ്പളം കുറവോ ഇരട്ടി ദുരിതമോ ആയിരിക്കും. അത് നിമിത്തമുള്ള പരിഭവം ഈ വർഷം കരുതി വേണം മുന്നോട്ട് പോകാൻ. ഉദ്യോഗസ്ഥർക്ക് ശത്രുവർദ്ധനവ്, അധികാരികളുടെ വിരോധം, അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം, പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന കലാകാരന്മാർക്ക് കായികം അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നു. കലാരംഗത്ത് നിൽക്കുന്നവർക്ക് ശത്രുക്കൾ ഉദിക്കും. അവരുടെ കിട്ടിക്കൊണ്ടിരുന്ന തിളങ്ങി നിന്നിരുന്ന അവസ്ഥകൾക്ക് മാറ്റങ്ങൾ വരും. പാരിതോഷികങ്ങൾ കുറയും, പ്രശംസ കുറയും, തടസ്സങ്ങൾ ഉരുണ്ടുകൂടും, ആരോഗ്യം മോശമാവും. രാഷ്ട്രീയ രംഗത്ത് ശത്രുക്കൾ ഉദിക്കും. രാഷ്ട്രീയ രംഗത്ത് നിന്ന് അവരോധിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിഷ്പ്രഭമാകുകയോ ചേരിതിരിവ് നഷ്ടത്തിലേക്ക് കലാശിക്കുകയോ ശത്രുതയിലേക്ക് കലാശിക്കുകയോ ഇറങ്ങി പുറപ്പെടുന്ന സ്ഥലവും ഇല്ല, എത്തിച്ചേരുന്ന സ്ഥലവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നെത്തുകയോ കൃത്രിമ കേസ് വഴക്കുകളിൽ കുടുക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു കാലമാണ്. ശത്രുവർദ്ധനവ് ഉണ്ടാവും. കുടുംബസ്ഥർക്ക് സന്താനങ്ങൾ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽത്തല്ലോ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ രോഗങ്ങളോ ദുരിതങ്ങളോ വന്നിട്ട് ക്ലേശഫലങ്ങൾ കുടുംബസ്ഥർക്ക് വരുവാനും ദമ്പതികളിൽ രോഗാവസ്ഥകൾ ഇരിക്കുന്നവർക്ക് അല്പം കൂടി രോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു കാലയളവ്. പ്രത്യേകിച്ച് 2025 മെയ് മുതൽ ഡിസംബർ വരെയുള്ള കാലം രോഗം വർദ്ധിക്കും. അല്ലെങ്കിൽ രോഗത്തിന് അശ്രദ്ധയുണ്ടാവും, അല്ലെങ്കിൽ ഔഷധ പ്രയോഗവും ഡോക്ടർമാരും ചികിത്സാ രീതികളും തെറ്റിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ കെയർലെസ് ആവുന്നത് കൊണ്ടാവാം രോഗം മൂർധന്യാവസ്ഥയിലേക്ക് വരികയോ. അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് അപകട സാധ്യതകൾ നല്ലവണ്ണമുണ്ട്. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് അവരുടെ പ്രസംഗം വളച്ചൊടിച്ച് വെറുതെ മോശമാവാനുള്ള സാധ്യതകളും, അതുപോലെ ട്രേഡ് യൂണിയനുകളിൽ നിൽക്കുന്നവർക്ക് തൻ്റെ അനുയായികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും, ബിസിനസ്സുകാർക്ക് നഷ്ടകഷ്ടങ്ങൾ വന്നുപെടുകയും പണം വെളിയിൽ പോവുകയും ചെയ്യും. അല്പം പണം കൂടുതലൊന്നും മുടക്കാതെ ഉള്ളവ പരിഷ്കരിച്ചു പോവുകയാണ് നല്ലത്. മകരം, കുംഭം, മീനം, മേട, ഇടവം, ബുധനം, കർക്കിടകം, ചിങ്ങം, മകം, പൂരം, ഉത്രം വരുന്ന ദിവസങ്ങൾ ഈ രാശിക്കാർ കൊടുക്കൽ വാങ്ങലുകൾ, ദീർഘയാത്രകൾ, സാഹസിക കർമ്മങ്ങൾ, ഷൗട്ടിംഗ്, അതുപോലെ തന്നെ പല എഗ്രിമെൻറ്റുകൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് ഒത്തിരി കാര്യങ്ങൾ പിന്നോക്കം നോക്കി വേണം, പുനഃപരിശോധനകൾ ചെയ്ത് വേണം ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകാനായി. നല്ല ദിവസങ്ങൾ ഏതാണ് ഈ ഒരു കാലയളവിൽ? അനിഴം, തൃക്കേട്ട വരുന്ന ദിവസങ്ങൾ സാമ്പത്തിക പുഷ്ടി, തൊഴിൽ മേന്മകൾ, വിശിഷ്ട അതിഥികളുമായി കൂടിക്കാണുക, ശത്രുക്കൾ നിഷ്പ്രഭരാകുക, തന്റെ പ്രവർത്തനങ്ങളിൽ പുരോഗതിയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകുക. ഈ രാശിക്കാർ ഈ വർഷം സർപ്പപ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. 100 പാലും സർപ്പബലി, അതുപോലെ തന്നെ രാഹുകാലത്തിങ്കൽ ദാനധർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ശനിപ്രീതി വരുത്തുക, വ്യാഴപ്രീതി വരുത്തുക. ഏറ്റവും ചുരുങ്ങിയ പക്ഷം വ്യാഴപ്രീതിയും സർപ്പപ്രീതിയും വരുത്തുകയാണ് വേണ്ടത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പുണ്യപ്രവർത്തനങ്ങൾ, ദാനധർമ്മങ്ങൾ മുതലായവയൊക്കെ ചെയ്യുക.
അതുപോലെ തന്നെ കൂടുതലും പണം മുടക്കിയുള്ള കാര്യങ്ങൾ വളരെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. എല്ലാ രംഗത്തും നിൽക്കുന്ന ഈ തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ടവർ, ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽപ്പെട്ടവർ ശത്രുക്കളും തടസ്സങ്ങളും വഴിമധ്യേ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് വേണം നീങ്ങാനായിട്ട്. ഈ പറഞ്ഞ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വിഷ്ണുപ്രീതി വരുത്തുക, ദാനധർമ്മങ്ങൾ വ്യാഴാഴ്ച ചെയ്യുക, സർപ്പപ്രീതി ചെയ്യുക, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലെടുക്കുക. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ദമ്പതികളിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവാം. അതുപോലെ തന്നെ അറിയാ കാര്യങ്ങളിൽ കച്ചേരി കോടതി കയറാനും പേരുദോഷങ്ങൾ സംഭവിക്കാനുമുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഈ രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് 2025. നന്ദി ശർമാജി. തീർച്ചയായിട്ടും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രതിവിധികൾ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു ദോഷ കാഠിന്യം കുറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാവട്ടെ എന്ന്. പ്രത്യേകിച്ചും മെയ് മാസം മുതലാണ് ഈ രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതെ അതെ, തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ ദോഷഫലങ്ങളുടെ ആരോഗ്യം മോശമാവും, യാത്രയിൽ അപകടം, അതുപോലെ തന്നെ വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് അപകടം സംഭവിക്കുക, ചതി കെണി ഉണ്ടാകുക, അതുപോലെ തന്നെ തസ്കര ശല്യം, മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.